ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ തോമസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പോകുന്നത് നമ്മുടെ മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലേക്ക് കിച്ചുവിൻ്റെ റസിയ ചേച്ചിയുടെ ഒപ്പം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ക്ഷേത്രങ്ങളിലൊന്നാണ് മണ്ണാർശാല. അതുകൊണ്ട് തന്നെ ഞാൻ മാസങ്ങൾ കൂടുമ്പോൾ ഒരു തവണ പോകാറുണ്ട് മണ്ണാർശാലയിൽ. മണ്ണാർശാല ക്ഷേത്രത്തെപ്പറ്റി പറയുവാണെങ്കിൽ എൻ്റെ ആലപ്പുഴയിൽ തന്നെയാണ് ഈ മണ്ണാർശാല ക്ഷേത്രമുള്ളത്. ആലപ്പുഴ ഹരിപ്പാടാണ് മണ്ണാർശാല ക്ഷേത്രമുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരം ഉണ്ടാകാറില്ല. ഇത്തവണ കിച്ചു ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മണ്ണാർശാല ക്ഷേത്രത്തിൽ കുറേ കഥകളും ഒക്കെ സംസാരിച്ച് ഞങ്ങൾ സമാധാനത്തോടു കൂടി തൊഴുത് വരുമായിരുന്നു. ഇവിടെ എൻ്റെ ഫേവറേറ്റിൽ ഒന്നാട്ടോ ആമക്കുളം. പക്ഷേ ഇത്തവണ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് എനിക്ക് ആമകളെ ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല. എല്ലാ തവണയും ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് അവിടെ. ആരെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇത്തവണ പറ്റിയില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാടിൻ്റെ അറ്റ്മോസ്ഫിയറാണുള്ളത്. നമ്മുടെ ശിവസർപ്പവും മഹാദേവൻ്റെ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് ഇവിടുത്തെ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും എല്ലാം. നാഗരാജാവിൻ്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയും ഉണ്ട് കേട്ടോ ഇവിടെ. അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു ചെറിയ ഇല്ലവും കാണും. ആ ഇല്ലത്തിലും കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോറീസൊക്കെ കേൾക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ ഞാനിതൊന്നും പറയാനായിട്ട് ആളല്ല, എനിക്ക് അത്രയ്ക്കും നന്നായിട്ട് അറിയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മണ്ണാർശാല ക്ഷേത്രത്തിൽ പോകുന്നത്. ഇവിടെ വന്ന് തൊഴുതിറങ്ങുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക സുഖമാണ്. അതുകൊണ്ട് ഞാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ പാഴാക്കാറില്ല. അങ്ങനെ മനസ്സ് തുറന്നങ്ങ് പ്രാർത്ഥിച്ചു കേട്ടോ ഗൈസ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അമ്പലമായ മണ്ണാർശാലയിൽ എനിക്ക് എത്താൻ പറ്റിയത് തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഉണ്ണിയപ്പം വെയിറ്റിംഗ് കേട്ടോ. ഉണ്ണിയപ്പമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ മണ്ണാർശാലയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്നത് നമ്മുടെ റസിയ ചേച്ചിയുടെയും കിച്ചുവിൻ്റെയും ചേച്ചിയുടെ വീട്ടിലോട്ട് കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവനുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നേരെ കരുമാടിക്കുട്ടനെ കണ്ടു. കരുമാടിക്കുട്ടനെ കണ്ട് അവിടെ ഇരുന്ന് സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ പടഹാരം പാലത്തിലോട്ട് പോയി കേട്ടോ. ഈ പാലത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല, പക്ഷെ നെക്സ്റ്റ് വീഡിയോയിൽ എന്താണേലും പടഹാരം പാലത്തിനെ പറ്റി ഒരു വലിയ സ്റ്റോറി തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. പാലത്തിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയുണ്ട് പാലം കാണാനായിട്ട്. ഇവിടെ ഓരോന്നോരോന്നായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പൊക്കത്തിലാണ് ഈ പാലം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ നെക്സ്റ്റ് വീഡിയോയിൽ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കണും കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചേക്കണം കേട്ടോ.